പിന്നത്തെ ഒരു സൺഡേ വ്ളോഗ് നോക്കാം കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അതിനൊക്കെ വർക്കൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങിക്കുക കേട്ടോ. ഇക്കൊക്കെ കൊണ്ട് ക്ഷണം. അങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊടുക്കാനുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും നമ്മൾ വാങ്ങി വെച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പിന്നെ ഞാനും എൻ്റെ മോനും ഫ്രണ്ടിലിരിക്കാൻ വേണ്ടി അടിയാണ് കേട്ടോ. കാരണം ഒരാൾ ഫ്രണ്ട് സീറ്റ് വിട്ട് തരില്ല, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഫ്രണ്ടിൽ എന്നെ ഇരുത്തൂല. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ച് പോട്ടെ, ആൾ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ബാക്കിൽ കയറിയുന്ന ആളിൻ്റെ കൂടെ ബാക്കിലേക്ക് വരും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു വോയിസിൽ പറയുന്നത്. അങ്ങനെ നാട്ടിൽ തന്നെയുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ട് അവിടുന്ന് ഗിഫ്റ്റ്സൊക്കെ വാങ്ങി അത് പാക്കൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം അവൻ്റെ വീട്ടിലെത്താനായി. അങ്ങനെ ഇതാണ് കേട്ടോ കല്യാണ വീട്. നമ്മൾ വണ്ടി കുറച്ച് അപ്പുറത്തേക്ക് പാർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. എനിക്ക് മോനും ബൈക്കിൽ വരുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ എത്തിയപ്പോൾ തന്നെ ഫ്രണ്ട്സൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നു. ഈ നിൽക്കുന്ന ആളെ കല്യാണം കേട്ടോ, അടുത്ത ആഴ്ച. അതിൻ്റെ വ്ളോഗ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഉടനെ വരും കേട്ടോ. ഇത് കഴിഞ്ഞ ആഴ്ച നടന്ന കല്യാണമാണ്, ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ കയറി കേട്ടോ. ഫുഡ് കഴിക്കാൻ ഇരുന്ന ആൾ അപ്പുറം ഇപ്പുറം നോക്കി നിൽക്കും. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാളെ കാണിച്ച് ഞാൻ പേടിപ്പിച്ചതാട്ടോ ഫുഡ് കഴിക്കുക. കാരണം കഴിക്കുക എന്നുള്ളത് അവർക്ക് വലിയ മടിയാണ്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഇതിനെന്താന്ന് പറയുക, ബിരിയാണി അല്ല, വേറെ എന്തോ ഒരു സംഭവം എന്താണ് എനിക്കറിയില്ല ഗായ്സ്. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് അയച്ചോ. പിന്നെ അച്ചാർ, തൈര്, സാലഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി ഇവരുമായിട്ട് സൊറ പറഞ്ഞിരിക്കാമെന്ന് വിചാരിച്ച് ഇവൻ എന്നെ കളിയാക്കാട്ടോ. എന്നിട്ട് അവൻ്റെ ഫേസ് എന്നെ തരുന്നുമില്ല. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും, പിന്നെ ഇന്ന് വേറെ ഒരുത്തന്നെ കൂടെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അധികം ഫ്രണ്ട്സും അവിടെയായിരുന്നു. ഗേൾസ് അധികം ഒന്നും വന്നിട്ടില്ല, ഗേൾസ് അധികം അവിടെ തന്നെ ആയിരുന്നു. പിന്നെ ചെക്കന്മാരൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇവനാണ് പുതിയ അപ്ല, ഇവൻ്റെ കല്യാണമാണ്. കുറേ ചെക്കന്മാർ തലേന്ന് വന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തലേന്നൊന്നും വരാൻ കഴിഞ്ഞിട്ടില്ല. ഫ്രണ്ട് ആട്ടോ ഈ നിൽക്കുന്ന. നമ്മൾ 8 മുതൽ പാരാമെഡിക്കൽ വരെ ഒപ്പരം പഠിച്ചവരാട്ടോ. അതുകൊണ്ട് തന്നെ കട്ടൊക്കെയാണ്. അവളെ മോനാട്ടോ അവൻ്റെ കയ്യിലുള്ളത്. ഇവരൊക്കെ കല്യാണം കഴിക്കാനുള്ളവരാണ്. നമ്മളെ കൂടെ ഒരു 2-3 ആൾക്കാരെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളവരൊന്നും ആയിട്ടില്ല. നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാട്ടോ, നമുക്ക് നോക്കാൻ വേണേൽ. അങ്ങനെ നമ്മൾ പിന്നെ സ്റ്റേജിൻ്റെ ഇവിടെ നിന്ന് ഒരാൾ ഇരുന്ന് പാട്ട് പാടി വെറുപ്പിക്കുന്നുണ്ട്. അപ്പോൾ അയാളെ കാണാൻ വേണ്ടി വന്നേക്കാട്ടോ. പിന്നെ നമ്മൾ സ്റ്റേജ് കൈയടക്കി നമ്മളെ ഗ്യാങ്. പിന്നെ നമ്മളെ ഫോട്ടോസായി, നമ്മളെ ഗ്രൂപ്പ് ഫോട്ടോ ആയി, അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടി ഇവർ എൻ്റെ വീഡിയോക്ക് ഇൻട്രോ ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് ഞാൻ രണ്ടാമത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവരെ ഗ്യാങ്ങിൻ്റെ ഫോട്ടോ കഴിയണ്ടേ, പിന്നെ നമ്മളെല്ലാവരും കൂടി നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ആയി. ഫ്രണ്ട്സ് കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റ് കാര്യങ്ങൾ കൈമാറുന്നതാണ്. പിന്നെ ഇവിടെ ഇരുന്ന് ഓരോരുത്തർ പാട്ട് പാടാൻ തുടങ്ങി, കണ്ടില്ലേ. ഞങ്ങൾ കയറി വരുന്നപ്പോൾ സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ സ്റ്റേജ് കണ്ടില്ലേ, ഇങ്ങനെയാട്ടോ ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ പെണ്ണ് കൂട്ടാൻ ഈ ഒരു സമയത്ത് തന്നെ നമ്മളിവിടെ ഇരുന്ന് സംസാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരുടെ വക പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നല്ല ചൂടാണല്ലോ, പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം ഇങ്ങനെ വിയർക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഒന്നും മതിയാവാതെ വന്നപ്പോൾ കാപ്പിയൊക്കെ എടുത്ത് കുടിച്ചു കേട്ടോ. കുറേ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. 3-4 ഗ്ലാസ് കാപ്പി തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല, എന്നിട്ടും വെള്ളത്തിന് ഇതാകട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിൽ പോയി റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരം പുസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ബേപ്പൂർ ബീച്ചിലേക്ക് വിട്ടു കേട്ടോ. കാരണം പകൽ സമയത്ത് എന്തായാലും നമുക്ക് ബീച്ചിലൊന്നും പോയിരിക്കാൻ കഴിയില്ല, അത്രയ്ക്കും ചൂടാണ്, ഉരുകി പോകുന്ന അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രാത്രി സമയത്ത് ഇവിടേക്ക് വന്ന് ഇങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് കുറേ കലയും നമ്മൾ ബേപ്പൂർ ബീച്ചിലേക്ക് വന്നിട്ട് അധികം ചാലയും കോഴിക്കോട് അങ്ങനെയൊക്കെ ആയിട്ടാട്ടോ പോവാറ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ നല്ല മാറ്റങ്ങൾ ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. ചാലിയത്ത് മാത്രമല്ല കേട്ടോ, ബേപ്പൂരും അടിപൊളിയായിട്ടുണ്ട്. കോഴിക്കോട് മാത്രമല്ല കേട്ടോ ബീച്ചുള്ളത്, ബേപ്പൂര്, ചാലിയം ഒക്കെ വരുന്നുണ്ട്. നമ്മളെ അധികം പേരും ഈ കോഴിക്കോട് ബീച്ച് മാത്രം അറിയുന്നതുകൊണ്ടാണ് കോഴിക്കോട് വരെ വന്ന് പോകുന്നവർ കുറേ പേര്, പല ജില്ലകളിൽ നിന്നും പല പേരും കോഴിക്കോട് വന്ന് പോകാറുണ്ട്. പക്ഷേ ഈ ബേപ്പൂരും ചാലിയം ബീച്ചിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാട്ടോ. ഇവിടെ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. അവിടുത്തെ അത്ര തിരക്ക് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവില്ലെങ്കിലും പക്ഷെ എന്നാൽ ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെയൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുതിര സവാരി കാര്യങ്ങളൊക്കെ ഉണ്ട്. പലർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും. ഈ ബേപ്പൂരിന് അപ്പുറത്തേക്ക് നോക്കിയാൽ ചാലിയം കാണാം, ചാലിയത്ത് നിന്ന് ഇപ്പുറത്തേക്ക് നോക്കിയാൽ ബേപ്പൂരും കാണാം. ഇവിടെ വന്ന് ഐശ്വര്യതി ഉപ്പിലിട്ട് കഴിക്കാതെ പോകില്ലല്ലോ. പിന്നെ നമ്മൾ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിവട, കല്ലുമ്മക്കായ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാണ്, കടുക്ക് പൊരിച്ചത്, പിന്നെ നമ്മുടെ കാടുമുട്ട, അങ്ങനെയൊക്കെയുള്ള എല്ലറ ചില്ലറ കടികൾ. പിന്നെ ഇവിടെ മെയിനായിട്ട് കാണുന്ന ഒരു സാധനമാണ് ഈ പോകുന്ന സാധനം കേട്ടോ, ആട്. ഇഷ്ടംപോലെ ബേപ്പൂർ ബീച്ചിലും ചാലിയം ബീച്ചിലും അധികം കാണുന്ന ഒരു സംഭവമാണ് ഈ ആട് എന്ന് പറയുന്നത്. ഈ ബേപ്പൂർ ബീച്ചിൽ രാവും പകലും ഇല്ലാണ്ട് ഉണ്ടാവും കേട്ടോ. ചാലിയത്ത് അത്ര അങ്ങട്ടില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാട്ടോ ഇങ്ങനെയുള്ള ജീവികളെ. ഇട്ട് കൊടുത്താലും ബാക്കി ഐറ്റങ്ങൾ കഴിച്ചോളൂ കേട്ടോ. പിന്നെ ഐറ്റങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പറ്റൂലേ എന്നുള്ള. ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസൊക്കെ കുറേശ്ശെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ കയ്യിലോട്ട് ഇങ്ങനെ വരും, നമ്മളെന്തെങ്കിലും കഴിക്കുന്ന കണ്ട ഐറ്റങ്ങൾ നമ്മളെ അടുത്തേക്ക് വരും കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഗ്രീൻ പീസ്, പിന്നെ ഞാൻ കല്ലുമ്മക്കായ് പിന്നെയും വാങ്ങി കഴിച്ചു കേട്ടോ. ഞാൻ ഇവിടുന്ന് ഒരു 5 കല്ലുമ്മക്കായ് എനിക്ക് വാങ്ങി കഴിച്ചിട്ടുണ്ടാവും.
കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ട്. ചെറിയ കല്ലുമ്മക്കായാണ്, വലിയതല്ല. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇവിടെ കടുക്ക പൊരിച്ചതെന്ന് പറയുക കേട്ടോ ചെയ്യുക. ആദ്യം മെയിനായിട്ട് ബീച്ചിലേക്കൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ തിന്നാൻ വേണ്ടിയിട്ടാട്ടോ, ഈ ഒരു ഐശ്വര്യ കഴിക്കാനും അതുപോലെ തന്നെ ഇവിടെ ഉള്ള കടകളിൽ നിന്നിട്ട് ഇങ്ങനെ ചായക്കടികൾ വാങ്ങി കഴിക്കാനും ചായ കുടിക്കാനും. പിന്നെ ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് അതിലേക്ക് പോകാറേ ഇല്ല, പക്ഷേ കടികൾ വാങ്ങി കഴിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് ഐശ്വര്യത്തിൽ വാങ്ങിയിട്ട് രണ്ടാളും കൂടി ഷെയർ ആക്കി കഴിച്ച് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാളും സെപ്പറേറ്റ് വാങ്ങും, പക്ഷേ അധികവും നമ്മൾ ഒരു ഗ്ലാസ് തന്നെ വാങ്ങിയിട്ട് രണ്ടാളും കൂടി ഷെയർ ആക്കി തന്നെ കഴിക്കാറ്. പിന്നെ രണ്ടാൾക്കും വയറ് നിറയാമത്തെ, കാരണം ഒരുപാട് ഐശ്വര്യത്തിയൊന്നും കഴിക്കില്ല, ഒറ്റൊന്ന് വാങ്ങിയിട്ട് രണ്ടാളും കൂടി ഷെയർ ആക്കും. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഇവിടെ വന്നാൽ എന്തായാലും മുതലാക്കണമല്ലോ, എന്തായാലും കാറ്റും കൊണ്ട് വെറുതെ ഇരിക്കുക, അപ്പം പിന്നെ എന്തും ട്രൈ ചെയ്യണം. പിന്നെ ഒരുത്തവിടെ ഫ്രൂട്ടിക്ക് കച്ചറ ഉണ്ടാക്കിയിട്ട് ആൾക്ക് മോനക്കുള്ള ഫ്രൂട്ടി വാങ്ങാൻ വന്നു. ഇവിടെ ഇരിക്കുമ്പോൾ കുറേ നേരം മുട്ടിപ്പാട്ടിൻ്റെ അങ്ങനെ സൗണ്ട് കേൾക്കുന്നു കേട്ടോ. അപ്പോൾ അത് എവിടുന്നാന്ന് വെച്ചാൽ അതും തിരഞ്ഞു പോകുന്നതാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെയാണ് കേട്ടോ മുട്ടിപ്പാട്ട്. ഞാൻ യൂട്യൂബിൽ ഇവരെ വീഡിയോ എത്രയോ വട്ടിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കല്യാണത്തിന് വന്ന അതേ മുട്ടിപ്പാട്ട് ടീം തന്നെ കേട്ടോ ഇവിടെ എത്തിയപ്പോഴാണ് ഇവരാന്ന് മനസ്സിലായത് കേട്ടോ. അങ്ങനെ ഇവർ അടിപൊളി പാട്ടും കാര്യങ്ങളായിരുന്നു. അധികം നേരം നമ്മളിവിടെ ഈ പാട്ടും പരിപാടികളൊക്കെ കേട്ടിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്.